ഷിർക്ക് തന്നെയാണ് എന്ന് അദ്ദേഹം അടിക്കടി ആവർത്തിച്ച് ഈ സമൂഹത്തോട് പറഞ്ഞിട്ടും അല്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട് എന്ന് തിരിച്ചങ്ങോട്ട് അദ്ദേഹത്തോട് പ്രതികരിക്കുകയും അങ്ങനെ ഒരു വിശ്വാസം ഉള്ളതായി അദ്ദേഹത്തിൻ്റെ പേരിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നൊരു രീതി നാം കാണുന്നു. എന്നാൽ അതിന് തെളിവായിട്ട് ജമിയത്തുൽ ഉലമ കാണുന്ന പ്രധാനമായ കാര്യം എന്താണ്? യാ ഇബാദല്ലാഹ് ഈനൂനി എന്നുള്ള ഹദീസ് അത് ഷിർക്കല്ല എന്ന് സക്കരിയ സ്വലാഹി പറയുന്നു എന്നതാണ്. അപ്പോൾ യാ ഇബാദല്ലാഹ് ഈനൂനി എന്ന ഹദീസ് ഷിർക്കല്ല എന്ന് സക്കരിയ സ്വലാഹി പറയുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ പുറത്താക്കിയുള്ളത്. ജിന്നിനോടും മലക്കിനോടും സഹായം തേടാമെന്ന വാദമുള്ളത് കൊണ്ടല്ല. കാരണം ജിന്നിനോടും മലക്കിനോടും സഹായം തേടൽ ഷിർക്കാണെന്ന് അദ്ദേഹം അടിക്കടി ആവർത്തിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിക്കുന്ന ആരോപണങ്ങളെ നിഷേധിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരൊറ്റ കാരണമാണ് യാ ഇബാദല്ലാഹ് ഈനൂനി എന്നുള്ള ഹദീസ് ഷിർക്കല്ല എന്ന അദ്ദേഹം പറയുന്ന ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ സലഫി ലോകത്ത് ഇന്ന് വരെ ഒരൊറ്റ പണ്ഡിതനും ഒരൊറ്റ പ്രാമാണികനും പറയാത്തൊരു വാക്കാണിത്. സലഫി പണ്ഡിത ലോകത്തുള്ള പ്രമുഖരായ ഒട്ടനവധി പണ്ഡിതന്മാർ ഇന്ന് നമ്മുടെ ജമിയത്തുൽ ഉലമയിൽ ഉണ്ടെങ്കിൽ ഈ പേരിൽ അവരെയൊക്കെ പുറത്താക്കണ്ടേ? അവരെയൊക്കെ പുറത്താക്കൂലായിരുന്നു യഥാർത്ഥത്തിൽ. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ, അതേപോലെ തന്നെ ഇമാം നബവിയെ, അതേപോലെ തന്നെ ഇമാം ഷൗക്കാനി പോലുള്ള പ്രഗത്ഭരായ ഒട്ടനവധി പണ്ഡിതന്മാർ ഇന്ന് നമ്മുടെ ജമിയത്തുൽ ഉലമയിലായിരുന്നുവെങ്കിൽ അവരെയൊക്കെ ഇവർ പുറത്താക്കൂലേ? അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ന്യായവുമില്ല ആ പറയുന്നതിൽ. ആ ഹദീസ് ഷിർക്കല്ല ഷിർക്കാണെന്ന് അംഗീകരിച്ചാലേ ഞങ്ങൾ സംഘടനയിൽ നിർത്തൂ എന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇത് തികച്ചും അനാവശ്യമായ ഒരു വാദഗതിയാണ്. നമ്മളൊക്കെ സലഫികളാണെന്ന് പറഞ്ഞാൽ സലഫികളുടെ നിലപാടിനെ, അത് ആയത്തുകളെയും ഹദീസുകളെയും മനസ്സിലാക്കുന്നതിലും വ്യാഖ്യാനിക്കുന്നതിലുമൊക്കെ സലഫികളെ അംഗീകരിക്കുന്നവരാണ് എന്ന നിലക്കാണ് നമ്മൾ സലഫികൾ എന്ന് നമ്മളെക്കുറിച്ച് പറയപ്പെടുന്നത്, നമ്മൾ സലഫികളാണെന്ന് അവകാശപ്പെടുന്നതും. എന്നാൽ ഇത് സലഫി നിലപാടിന് 100% വിരുദ്ധമാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായും ഇതിൽ ജമിയത്തുൽ ഉലമ ഒന്ന് പുനഃപരിശോധന നടത്തി ഈ ഹദീസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സലഫികളുടെ നിലപാടെന്താണോ അത് അംഗീകരിക്കുകയും സക്കരിയ സ്വലാഹി ജിന്നിനോടും മലക്കിനോടും സഹായം തേടൽ ഷിർക്കാണെന്ന് അദ്ദേഹം അടിക്കടി ആവർത്തിക്കുന്ന സ്ഥിതിയിൽ അദ്ദേഹത്തെ പുറത്താക്കിയതിനെ സംബന്ധിച്ച് പുനഃപരിശോധിക്കുകയും അദ്ദേഹത്തെ തിരിച്ചെടുക്കുകയും മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇന്ന് ഉണ്ടായിട്ടുള്ള ഈ വിവാദങ്ങളും കടുത്ത ഭിന്നതകളും അവസാനിപ്പിക്കുന്നതിന് ഉള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ജമിയത്തുൽ ഉലമയോട് അപേക്ഷിക്കുകയാണ്. സക്കരിയ സ്വലാഹി ഇവിടെ ജിന്ന് സിഹിർ വിഷയത്തിൽ നടത്തിയ ഒട്ടനവധി പ്രഭാഷണങ്ങൾ, ആ പ്രഭാഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തൊന്നും തന്നെ ഇവിടെ മുജാഹിദുകൾക്കിടയിൽ ഭിന്നത ഉണ്ടായിരുന്നില്ല. സക്കരിയ സ്വലാഹി പറയുന്നത് ആദർശത്തിനെതിരാണ്, ഇസ്ലാമിക ആദർശത്തിനെതിരാണ്, അഹ്ലുസുന്നത്തിൻ്റെ നിലപാടിനെതിരാണ്, സലഫി ലോകത്തിൻ്റെ നിലപാടിനെതിരാണെന്ന് ഇവിടെ ആരും തന്നെ പറഞ്ഞിരുന്നില്ല. ഇവിടെ മുജാഹിദുകൾക്കിടയിൽ ഒരഭിപ്രായ ഭിന്നതയും ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല, ഒരുപാട് ആളുകൾ ഈ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കുകയും ഈ പ്രസ്ഥാനവുമായി സഹകരിക്കുകയും ഈ പ്രസ്ഥാനത്തിൻ്റെ ശത്രുക്കൾ വരെ വിറയ്ക്കുകയും അമ്പരക്കുകയും ചെയ്ത ഒരു സാഹചര്യം. കാരണം നടന്ന സംവാദങ്ങളിലൊക്കെ തന്നെ നമ്മുടെ തെളിവുകൾക്ക് മുന്നിൽ മറുപക്ഷം തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയാണ് നാം എല്ലാ സംവാദ വേളകളിലും കണ്ടത്. ഈ പ്രസ്ഥാനത്തെ ജനങ്ങൾ അറിഞ്ഞതും ഇത് ജനകീയമായതും എങ്ങനെയാണെന്ന് നമുക്കറിയാം. സക്കരിയ സ്വലാഹിയെ പോലുള്ള ഒട്ടനവധി പണ്ഡിതന്മാർ നടത്തിയ ത്യാഗോജ്ജലമായ സംവാദങ്ങൾ, ആ സംവാദങ്ങളിലൂടെയാണ് സത്യവും അസത്യവും വേർതിരിയുന്നതും ഈ പ്രസ്ഥാനത്തിനാണ് ഇവിടെ നിലനിൽക്കാനുള്ള അവകാശമുള്ളത് എന്നും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന വാദം അത് ഷിർക്കാണെന്നും അത് ളലാലത്താണെന്നും ജനങ്ങൾ മനസ്സിലാക്കുകയും അതുകൊണ്ട് ഈ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്, ഈ പ്രസ്ഥാനവുമായി സഹകരിക്കേണ്ടതുണ്ടെന്ന് വളരെ പ്രഗത്ഭരായ പല പണ്ഡിതന്മാരും മനസ്സിലാക്കുകയും അവരൊക്കെ അധിക പേരും ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയും ജനങ്ങളും ഈ പ്രസ്ഥാനവുമായി സഹകരിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഇത്ര വലിയൊരു വിള്ളലും മറ്റും ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ സംഘടന, ഈ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ
ഈ വിവാദം അവസാനിപ്പിക്കണം. ഈ വിവാദം അവസാനിപ്പിക്കാനുള്ള ഏക മാർഗം ഒരു മനുഷ്യനെ പറ്റി പറഞ്ഞിട്ടുള്ള കടുത്ത ആരോപണം, അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നല്ല പറയുന്നത്, അദ്ദേഹം ശിർക്ക് ചെയ്തു, ശിർക്ക് പ്രചരിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അതിനുള്ള മാനദണ്ഡം എന്താണ്? ജിന്നിനോടും മലക്കിനോടും സഹായം തേടാം എന്ന് അദ്ദേഹം വാദിക്കുന്നു എന്നാണോ? അല്ല, അത് പാടില്ലെന്നും ശിർക്കാണെന്നും അദ്ദേഹം വാദിക്കുന്നു. പിന്നെന്താണ് ഇവിടെ ഈ യാ ഇബാദല്ലാഹ് അഈനൂനി എന്നുള്ള ആ ഹദീസ്, അത് 2-3 തരത്തിൽ അതിൻ്റെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ആ ഹദീസുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അത് ശിർക്കാണെന്ന് നമ്മൾ പറയണ്ട, അത് ശിർക്കാണെന്ന് പറയണ്ട. കാരണം അത് സലഫി ലോകത്തിനെതിരാണ്. അത് പറയണ്ട. അത് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലോകം ഒന്നടങ്കം ഏകകണ്ഠമായി അംഗീകരിക്കുന്ന ഒട്ടനവധി പണ്ഡിതന്മാർ ശിർക്ക് ചെയ്തു എന്ന് നമ്മൾ വാദിക്കുന്നതായി ജനങ്ങൾ മനസ്സിലാക്കും. നമ്മളിൽ നിന്ന് ജനങ്ങൾ അകന്നു പോകും. നമുക്കെതിരെ തെളിവുകൾ ഇവിടെ ഉണ്ടാകും. ഇവിടെ നമ്മുടെ ശത്രുക്കൾക്ക് നമുക്കെതിരെ തെളിവുകൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമായി വരും. അതുകൊണ്ട് ഇവിടെ ജമിയത്തുൽ ഉലമ സക്കരിയ സലാഹിയെ പുറത്താക്കിയത് മുതൽക്കാണ് യഥാർത്ഥത്തിൽ ഈ സംഘടനയിൽ ഭിന്നിപ്പുണ്ടായിട്ടുള്ളത്. സക്കരിയ സലാഹി വ്യാപകമായി വിഷയം പ്രസംഗിച്ച് നടന്ന കാലത്ത് ഇവിടെ ഒരു ഭിന്നിപ്പില്ല, ഒന്നുമില്ല. മുജാഹിദുകൾ ഒരൊറ്റക്കെട്ടായിരുന്നു. ആ വിഷയം മനസ്സിലാക്കേണ്ടതുപോലെ എല്ലാവരും മനസ്സിലാക്കിയിരുന്നു. ഭിന്നിപ്പിൻ്റെ തുടക്കം ഇവിടെ പുറത്താക്കിയതാണ്. പുറത്താക്കാനുള്ള കാരണം എന്താണ്? യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസ് ശിർക്കാണെന്ന് ആര് പറയണം? സക്കരിയ സലാഹി പറയണം. എങ്കിലേ ഞങ്ങൾ സംഘടനയിൽ നിർത്തൂ. ഇത് തികച്ചും അനീതിയാണ്, അന്യായമാണ്. അതുകൊണ്ട് എനിക്ക് ജമിയത്തുൽ ഉലമയോട് വിനീതമായി പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിക്കുന്ന ആരോപണങ്ങൾക്ക് അദ്ദേഹം പറയുന്ന മറുപടി അംഗീകരിക്കണം. മാത്രവുമല്ല, യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ആ ഹദീസ് അത് ലഈഫാണ്, അത് തെളിവിന് പറ്റാത്തതാണ് എന്ന വാദം അംഗീകരിച്ചുകൊണ്ട് അത് ശിർക്കാണ് എന്നുള്ള ആ വാദം ഉപേക്ഷിക്കണം. അങ്ങനെ ഉപേക്ഷിച്ച് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം. ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഈ സമുദായത്തിലേക്ക് കടന്നു വന്നിട്ട് അതിനെയൊക്കെ തുടച്ചു മാറ്റാൻ നമുക്ക് ഒരു പരിധിവരെ സാധിച്ചിട്ടുണ്ട്. ഇനിയും ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് തുടർന്ന് കൊണ്ടുപോകണം, ബാധ്യത നിർവഹിക്കണം. അതിനൊരു തടസ്സമാകാൻ പാടില്ല നമ്മുടെ തീരുമാനം. അതുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള ജമിയത്തുൽ ഉലമയുടെ സക്കരിയ സലാഹിക്കെതിരെയുള്ള തീരുമാനം അത് പിൻവലിച്ച് അദ്ദേഹത്തെ സംഘടനയിലേക്ക് കൊണ്ടുവരണം. മുജാഹിദുകൾ ഒരൊറ്റക്കെട്ടായി നിലകൊള്ളണം. അതിനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. സുഹൃത്തുക്കളെ, നൂറുദ്ദീൻ ലബ്ബാദാരിമി നിലവിലുള്ള പ്രശ്നങ്ങളെ അദ്ദേഹത്തിന്റെ വീക്ഷണകോണിലൂടെ കണ്ട് അവതരിപ്പിച്ച ഒരു സംസാരമാണ്. അല്ലാതെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ പറയണം എന്ന് പറഞ്ഞതല്ല. അദ്ദേഹം ഈ വിഷയത്തെ നോക്കിക്കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ അദ്ദേഹത്തിന്റെ അഭിമുഖം കിട്ടിയിട്ടുണ്ട് എന്ന് ഇപ്പോഴാണ്, ഇന്നലെ പോലും അറിഞ്ഞിട്ടില്ല, ഇന്നാണ് ഇങ്ങനെ ഒരു അഭിമുഖം കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ അറിയുന്നത്. അതുകൊണ്ട് സ്വതന്ത്രമായി വിഷയം പഠിക്കുന്നവരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ഇന്നലെ ഞാൻ മംഗലാപുരത്ത് പ്രസംഗിക്കുമ്പോൾ തമിഴ്നാട് ജമിയത്ത് അഹ്ലുൽ ഹദീസിന്റെ സംസ്ഥാന സെക്രട്ടറി അവിടെ പങ്കെടുത്തു. ഡോക്ടർ RK നൂർ മുഹമ്മദ് മദനി. അദ്ദേഹം മദീന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD എടുത്ത, അവിടുത്തെ ബെസ്റ്റ് സ്റ്റുഡൻ്റായി പാസ്സായ, ഇന്ന് ചെന്നൈയിൽ ഒരു സ്കൂൾ അറബിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡായി പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് വിഷയങ്ങൾ മനസ്സിലായി. അതുപോലെ കർണാടകയിലുള്ള ജമിയത്ത് അഹ്ലുൽ ഹദീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അബ്ദുൽ ഹസീബ് മദനി, മദീനയിൽ നിന്ന് നമ്മുടെ ഷമീർ മദനിയുടെയൊക്കെ ആ ബാച്ചാണ് തോന്നുന്നു, അദ്ദേഹം പഠിച്ച് ഇപ്പൊ അവിടെ അധ്യാപകനാണ്, കുല്ലിയത്തുൽ ഹദീസിലെ അധ്യാപകനാണ്. അദ്ദേഹം ഈ അടുത്ത് കഴിഞ്ഞ 1-2 ആഴ്ചയായി കേരളത്തിൽ ഉണ്ടായിരുന്നു അത്രേ. ഞാൻ അറിഞ്ഞിട്ടില്ല, എന്നെ അദ്ദേഹം വിളിച്ചിട്ടില്ല, ഞാൻ അദ്ദേഹത്തെയും വിളിച്ചിട്ടില്ല. ഇന്നലെയാണ് അദ്ദേഹത്തെ കാണുന്നതും സംസാരിക്കുന്നതും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ കേരളത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ വിളിച്ചില്ലല്ലോ, RK നൂർ നിങ്ങൾ എന്നെ വിളിക്കും, നമ്പർ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഞാൻ നിങ്ങളെ വിളിക്കണ്ട എന്ന് വിചാരിച്ചതാണ്. മനാറുൽ ഹുദയിൽ വരുമ്പോൾ, വേങ്ങരയിൽ വരുമ്പോൾ നിങ്ങളെ കാണാമെന്ന് വിചാരിച്ച, പക്ഷെ ഇപ്പൊ നിങ്ങളോട് വരാറില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മനാറുൽ ഹുദയിൽ ഞാൻ പോയിട്ട് മനാറുൽ ഹുദക്കാർക്ക് ഒരു ബുദ്ധിമുട്ട് വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോകാതിരിക്കുന്നതാണ്. ഓ, നല്ലത് തന്നെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ കുറിച്ച് ഇങ്ങനെ ആക്ഷേപങ്ങൾ കേട്ടു. അപ്പൊ എന്നോട് മംഗലാപുരത്ത് ചില ആളുകൾ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു ഹദീസുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടല്ലോ. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ 2 ദിവസം കഴിഞ്ഞ് വിളിക്കും, ഞാൻ വിഷയം ഒന്ന് പഠിക്കട്ടെ. വിഷയം പഠിച്ചിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പൊ കേരളത്തിൽ വന്നപ്പോൾ ചില ആളുകൾ ചോദിച്ചു ഇങ്ങനെ പ്രശ്നം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞത് എനിക്കറിയില്ല, സക്കരിയ സലാഹി പറയുന്നത് എനിക്കറിയില്ല.
അനസ് മുസ്ലിയാർ ആരും പറഞ്ഞു എനിക്കറിയില്ല. വിഷയം ഇതാണ്. അങ്ങനെ അദ്ദേഹം ആ ഹദീസുമായി ബന്ധപ്പെട്ട പണ്ഡിത ചർച്ചകളൊക്കെ പറഞ്ഞു കൊടുത്ത് അപ്പോൾ കേട്ട ആള് ചെറുപ്പക്കാരൻ പറഞ്ഞു ഇതന്നെ സക്കരിയ സലാഹിയും പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇത് സുഹൃത്തുക്കളെ എന്റെ മാത്രം ഒരു ഒറ്റപ്പെട്ട വാദമാണെന്ന് പറഞ്ഞിട്ടാണ് സൗത്ത് കർണാടക സലഫി മൂവ്മെന്റിന്റെ ആളുകൾ മംഗലാപുരത്ത് പ്രചരിപ്പിച്ചത്. ഇന്നലെ 2 സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട 2 ആളുകൾ അഹ്ലെ ഹദീസിന്റെ ആളുകൾ വന്നിട്ട് പറഞ്ഞു സക്കരിയ സലാഹിന്റെ ഒറ്റപ്പെട്ട വാദം, ഇത് സലഫി ലോകത്തിന്റെ അഭിപ്രായമാണ് എന്ന്. അപ്പൊ ഞാൻ പറയുന്നത് നൂറുദ്ദീൻ ലബ്ബാദ് ആരിമിയും അതുപോലെ കാര്യങ്ങൾ സ്വതന്ത്രമായി പഠിച്ചു മനസ്സിലാക്കിയിട്ട് ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. അതാണ് അപ്പോൾ കേട്ടത്. ഇത് യോജിപ്പിലെത്തണമെന്ന ആഗ്രഹമുള്ള, പ്രസ്ഥാനത്തിലെ പ്രതിസന്ധി നീങ്ങണമെന്ന ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അള്ളാഹു അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ചില അസുഖങ്ങളൊക്കെ ആയിട്ട് പഴയതുപോലെ അദ്ദേഹത്തിന് സംസാരിക്കാനോ യാത്ര ചെയ്യാനോ വയ്യാത്തത് കൊണ്ടാണ് പല പരിപാടികൾക്കും അദ്ദേഹം പങ്കെടുക്കാതിരിക്കുന്നത്. എങ്കിലും നെറ്റിലെ ബൈലക്സ് ക്ലാസ് റൂമിൽ പോയി എല്ലാ പരിപാടികളും വീട്ടിലിരുന്ന് ശ്രദ്ധിക്കുന്ന ഒരാളാണ് അദ്ദേഹം. എനിക്കതിലെ കുറ്റപത്രത്തിന്റെ നിരൂപണത്തിലേക്ക് കടക്കുകയാണ്. ഏതാണ്ട് 1 മണിക്കൂറേ ഉള്ളൂ. ഒന്നാം നമ്പറായിട്ട് അബ്ദുറഹ്മാൻ സലഫി വായിച്ചിട്ടുള്ളത് സാധാരണക്കാർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രൂപത്തിൽ ഈ വിഷയങ്ങൾ ജനങ്ങളോട് പറയരുത് എന്ന് സക്കരിയ സലാഹി, ശംസുദ്ദീൻ ബാലത്തി എന്നിവരെ വിളിച്ച് ഉപദേശിച്ചു. അത് 6 വർഷം മുമ്പൊന്നുമല്ല, അതിൻ്റെയും മുമ്പാണ്. ഇന്ന് ശൈത്താൻ വിഷയം സജീവമാക്കി മടവൂരികൾ ഇറങ്ങി ആദ്യ ഘട്ടത്തിൽ തന്നെ ഞങ്ങളോട് വിളിച്ചിട്ട് പറഞ്ഞതാണ്, നിങ്ങളിതൊന്ന് ഇങ്ങനെ അവർ പലതും പറഞ്ഞു പോകും, നിങ്ങളതിന് മറുപടി പറയാൻ പോകരുത്, അവരെന്തോ പറഞ്ഞു പോയിക്കോട്ടെ. ശരി, ഞങ്ങൾ മറുപടി പറയുന്നില്ല. ആ ഉപദേശം ഞാൻ സ്വീകരിച്ചിട്ടില്ലേ? സ്വീകരിച്ചു, ഞാനും സ്വീകരിച്ചു, പാലത്തും സ്വീകരിച്ചു, എല്ലാവരും സ്വീകരിച്ചു. നമ്മൾ മറുപടി പറഞ്ഞതേ ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കോഴിക്കോട് സാൽവേഷന്റെ മുന്നോടിയായിട്ട് പിന്നെയും അവർ ക്യാമ്പയിനുമായിട്ട് ഇറങ്ങി. കോഴിക്കോട് സാൽവേഷൻ കഴിയുമ്പോഴേക്കും നമ്മളെക്കുറിച്ച് സമൂഹത്തിൽ വളരെ മോശമായ ഒരു ചിത്രം ഉണ്ടാക്കാൻ മടവൂർ വിഭാഗത്തിന് സാധിച്ചു. നമ്മൾ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നവരും ഖുറാഫാത്തിന്റെ ഏജന്റുമാരുമാണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള കുപ്രചരണങ്ങൾ. അപ്പോൾ നമ്മൾ വീണ്ടും മീറ്റിംഗ് കൂടി, നമ്മൾ ഇതിന് ഇനി പ്രതികരിച്ചേ പറ്റൂ. അപ്പൊ ഏത് രീതി സ്വീകരിക്കണം എന്ന് പറഞ്ഞ് ചർച്ചയായി. ചർച്ചക്കൊടുവിൽ ഈ വിഷയത്തിൽ തനിച്ച ഹദീസ് നിഷേധത്തിലേക്കാണ് മടവൂർ വിഭാഗം പോയിക്കൊണ്ടിരിക്കുന്നത്. ജിന്നും പിശാചും സിഹ്റുമായി ബന്ധപ്പെട്ട നിരവധി ഹദീസുകൾ അവരെ കൂടെയുള്ളവർക്ക് ദഹിക്കാത്തതാണ് പ്രശ്നത്തിന്റെ മർമ്മം. അതുകൊണ്ട് ഹദീസ് നിഷേധം ഉയർത്തിക്കാട്ടി അവരുടെ ഈ വിഷയത്തിലുള്ള നിലപാടിന്റെ സലഫി വിരുദ്ധ ലൈൻ നാം തുറന്നു കാട്ടിക്കൊണ്ട് പ്രസംഗിക്കണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാനും അനസ് മൗലവിയും അബ്ദുറഹ്മാൻ സലഫിയും എല്ലാവരും മറുപടി പറയാനായി ഇറങ്ങുകയും നമ്മൾ പലയിടത്തും അവരെ നേരിടുകയും അവർ പിൻവാങ്ങുകയും ചെയ്തു. അത് നമ്മൾ സ്വീകരിച്ചില്ല. ഇതിന് ഖുർആനിലും സഹീഹായ ഹദീസിലും വന്നതൊക്കെ പറയാ. ഒറ്റപ്പെട്ട പണ്ഡിതാഭിപ്രായങ്ങൾ പറയാതിരിക്കുക, അത് പിന്നീട് ആലോചിച്ചിട്ട് പറയാം. ചികിത്സയെ പറ്റി പറയേണ്ടതില്ല. ഈ ഒരു ഫ്രെയിമിൽ നിന്നുകൊണ്ടാണ് അന്ന് നമ്മളൊക്കെ സംസാരിച്ചത്. അതാണ് രണ്ടാമതായി നമ്മൾ മറുപടിക്ക് ഇറങ്ങാനുണ്ടായ ഒരു സാഹചര്യം. പിന്നെ രണ്ടാമതായിട്ട് എടുത്തു പറഞ്ഞത്, അപ്പൊ ഒന്നാമത്തെ തന്നെ തെറ്റാണ്, എനിക്കെതിലുള്ള നടപടി എന്നാ പറഞ്ഞത്. ഉപദേശിച്ചു, ഉപദേശം ശരിയാണ്, ഞാൻ ഉപദേശം സ്വീകരിക്കുകയും ചെയ്തു, പിന്നെ ആ നടപടിയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ശരി. രണ്ടാമത് സക്കരിയ സലാഹി, മുജാഹിദ് ബാലുശ്ശേരി, അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ഇരുവേറ്റി എന്നിവരെ ജാമിയ സലഫിയിൽ വിളിച്ചു വരുത്തി ഉപദേശം നൽകി. ഞങ്ങളെ മാത്രമല്ല പല പ്രബോധകരെയും വിളിച്ചിരുന്നു. എന്റെ മാത്രം പേര് പറഞ്ഞൂടല്ലോ എന്നുള്ളക്ക് മൂപ്പര് ബർക്കത്തിന് വേണ്ടി 2 ആളെയും കൂടി കൂട്ടിയതാ. എന്നോടൊന്ന് പറഞ്ഞത്, ഞങ്ങൾ KV വിളിക്കുന്നുണ്ട്, ജമീല ടീച്ചറെ വിളിക്കുന്നുണ്ട്, ഈ വിഷയത്തിൽ ഹദീസ് നിഷേധം പറയുന്നവരെയും വിളിക്കുന്നുണ്ട്, നിങ്ങളെയും വിളിക്കുന്നുണ്ട് എന്നാണ്. പക്ഷെ അവരെ വിളിച്ചൊന്നും രേഖയിലില്ല. പിന്നെ നമ്മളെ മാത്രം പറഞ്ഞ രേഖ. അതാണ് ഇത് കുറ്റപത്രത്തിലെ കുതന്ത്രങ്ങൾ. ഇതാണ് അത്. ജാമിയ സലഫിയെ വിളിച്ചതിൽ പലരുമുണ്ട്. അവരൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടതാണ്, ഇങ്ങനെ ചെയ്യേണ്ടതാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആ ഉപദേശം സ്വീകരിച്ചു. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. മൂന്നാമത് KNM, ISM, MSM നേതാക്കളുടെ മുമ്പിൽ വെച്ച് ഇവരെ ശാസിച്ചു, ഞങ്ങളെയൊക്കെ ശാസിച്ചു. ശരിയാണ്, ഞങ്ങളെ വിളിച്ചു, മുജാഹിദ് സെന്ററിൽ വരണം എന്ന് പറഞ്ഞു. എന്തിനാണെന്നറിയില്ല. എന്നിങ്ങനെ പറഞ്ഞ് ഇരുന്നിട്ട് അപ്പൊ ഇങ്ങനെ വിഷയം തുടങ്ങാൻ പോവാണ്. അപ്പൊ ഇങ്ങനെ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ട് എന്നപ്പോൾ നമ്മൾ സംസാരിക്കാം. ഇവിടെ സംസാരം വാദപ്രതിയൊന്നുമില്ല. അങ്ങനെ കഴിഞ്ഞതിന് ശേഷം സംഘടനാ സെക്രട്ടറി അലി അബ്ദുൽ റസാഖ് മൗലവി എണീറ്റ് പറഞ്ഞു, നിങ്ങളെ ശാസിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്തിനാ ശാസിച്ചത്? ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ചോദിക്കാൻ അവസരം എന്ന് സംസാരിക്കാൻ പാടില്ല, ഇവിടെ വാദപ്രതിവാദത്തിന്റെ സമയമല്ല, നിങ്ങളെ ശാസിക്കുകയാണ്. ഞങ്ങൾ കേട്ടു പോന്നു.
പിറ്റേന്ന് വിചിന്തനത്തിൽ ജിന്നസിഹിർ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് നടക്കുന്ന ആളുകളെ സംഘടന പ്രത്യേകം വിളിച്ച് ശാസിക്കുകയില്ലെന്നും മേലിൽ ആവർത്തിക്കുകയില്ലെന്നും അവർ ഉറപ്പ് തരികയും ചെയ്തിട്ടുണ്ട്. മേലിൽ ആവർത്തിക്കുക ഉറപ്പ് കൊടുക്കണമെങ്കിൽ വർത്താനം പറയാൻ ചാൻസ് വേണ്ടേ? ഞങ്ങളോടൊന്നും ചോദിച്ചിട്ടില്ല, മിണ്ടരുതെന്നാണ്. വർത്താനം പറയാൻ പാടില്ല, സംവാദം പാടില്ല, നിങ്ങളെ ശാസിക്കുകയാണ്. ഇന്നും അറിഞ്ഞൂടെ എന്തിനാ ശാസിച്ചത്? അതാണ് ശാസന. പിന്നെ നാലാമത്തത്, സക്കരിയ സലാഹിയുടെ മേൽനോട്ടത്തിലുള്ള ഇസ്ലാഹ് മാസിക 2007 ഏപ്രിൽ അബ്ദുൽ ജബ്ബാർ മൊഴി എഴുതിയ ലേഖനത്തിൽ രാത്രിയുടെ ഇരളിൽ തപ്പിത്തളഞ്ഞ് നീങ്ങുന്ന എന്നുള്ളതുണ്ടല്ലോ, ആ സഹായാർത്ഥന ശിർക്കുമല്ല, പിന്നെ പകൽ വെളിച്ചത്തിൽ, ആ 2 ഉദ്ധരണിയും കൊടുത്തു. ഈ ശിർക്കൻ വാദം എഴുതി പ്രചരിപ്പിച്ചു. അതിനും കുറ്റം എനിക്ക്. എഴുതിയ ആളാരാ? അബ്ദുൽ ജബ്ബാർ മൗലവി. സക്കരിയ സലാഹിയുടെ മേൽനോട്ടത്തിലുള്ള, അപ്പൊ ഞാനപ്പൊ ഇസ്ലാഹ് മാസികന്റെ മേൽനോട്ടക്കാരൻ, ഞാനതിന്റെ മാനേജർ അല്ല, എഡിറ്റർ അല്ല, സബ് എഡിറ്റർ അല്ല, പ്രിന്റർ അല്ല, പബ്ലിഷർ അല്ല, അന്നുമല്ല ഇന്നുമല്ല. ഞാനതിന്റെ എഡിറ്റോറിയൽ ബോർഡിൽ ഒരാള് എന്ന് മാത്രം. പിന്നെ ഇസ്ലാഹിന്റെ ആളുകൾ കാര്യമായിട്ട് എന്നെ ഉപയോഗിക്കുന്ന സംഗതി ഉണ്ട്, പിരിവ്. പൈസ അല്ലാതെ കുടുങ്ങിയെന്ന് അറിയുമ്പോൾ അമീർ വിളിക്കും, എല്ലാവരും വിളിക്കായി, നിങ്ങൾ വിളിച്ചായി, നിങ്ങൾ വിളിക്കായി, നിങ്ങൾ വിളിച്ചായി. അങ്ങനെ ഞാൻ വിളിച്ചിട്ട് പല സുഹൃത്തുക്കളോടും പറയും, പൈസ കൊടുക്കും. അങ്ങനെ അത് മാത്രമാണ് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇസ്ലാഹ് കുടുങ്ങിപ്പോകുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു സേവനം. അതല്ലാതെ ഇസ്ലാഹ് മാസി എൻ്റെ നേതൃത്വത്തിലാണ്, ഞാൻ നിങ്ങൾ ഇന്ന എഴുതണം, നിങ്ങൾ ഇന്ന എഴുതണം, അതിന് ഇന്ന വരി, ഇന്ന വാചകം ആണോ? ലേഖനം പരിശോധിക്കുന്നത് പോലും ഞാനല്ല. ലേഖനം പരിശോധിക്കുന്നത് കുറെ മുമ്പ് തന്നെ, ഈ 2002 ശേഷം മടവൂരികളുമായുള്ള വിഷയം ഇസ്ലാഹിൽ ഇങ്ങനെ മറുപടി കൊടുത്തപ്പോൾ, കാരണം മടവൂരികൾ ഇങ്ങനെ ശബാബിൽ എഴുതുക, വിചിന്തനം മിണ്ടുന്നില്ല, അൽമനാർ മിണ്ടുന്നില്ല. അപ്പൊ നമ്മൾ മറുപടി എഴുതാൻ തുടങ്ങി. അപ്പൊ മറുപടി എഴുതുമ്പോൾ കുറച്ച് അധികമായി പോകുന്നുണ്ട്, അങ്ങനെ ആകുന്നുണ്ട്, ഇങ്ങനെയാകുന്നുണ്ടെന്നൊക്കെ ആക്ഷേപം വന്നപ്പോൾ AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു, ഇനിയുള്ള ലേഖനങ്ങളൊക്കെ അബ്ദുൽ ഖാദർ കൊണ്ടോട്ടി പരിശോധിക്കട്ടെ. അപ്പൊ എഡിറ്റോറിയൽ ബോർഡിൽ പ്രായവും പക്വതയുമുള്ള, മുമ്പേ KNMന്റെ തർക്ക വിഷയങ്ങളുമായും മറ്റൊക്കെ പരിചയമുള്ള ഒരാളെന്ന നിലക്ക് അദ്ദേഹമാണ് ലേഖനം പരിശോധിക്കുന്നത്. അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ലേഖനം അബ്ദുൽ ഖാദർ കൊണ്ടോട്ടി ശ്രദ്ധയിൽ പെടാത്തത് കൊണ്ടോ പരിശോധിക്കാത്തതുകൊണ്ടോ എന്തോ അറിഞ്ഞൂടാ, വന്നതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ലേഖനം വന്നിട്ടുണ്ടെന്നും അത് വിവാദമായിട്ടെന്ന് കേൾക്കുമ്പോഴാണ് ഞാൻ എടുത്ത് മറിച്ചു നോക്കുന്നത്. ഇസ്ലാഹ് കിട്ടിയ പാടെ വായിക്കാൻ തന്നെ ചിലപ്പോൾ സമയം കിട്ടാറില്ല. അങ്ങനെയുള്ള എൻ്റെ പേരിൽ നാലാമത്തെ കാര്യം എന്താ? ഇസ്ലാഹ് മാസികയിൽ ശിർക്കൻ വാദം എഴുതി പ്രചരിപ്പിച്ചു. എൻ്റെ പേരിൽ കുറ്റം. നല്ല കുറ്റപത്രല്ലേ അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയത്? എൻ്റെ പേരിൽ വെച്ച് കെട്ടിക്കുക. പണ്ടൊരു കവിയോട് കുതിരയെ വർണ്ണിക്കാൻ പറഞ്ഞു. കുതിരയെ കുറച്ച് വർണ്ണിച്ചിട്ട് വാക്കുകൾ തീർന്നു പോയി. അപ്പൊ ഇയാൾ എന്ത് ചെയ്തോ, ഈ കുതിരയെ കൊണ്ടുപോയി ഒരു തെങ്ങുമ കൊണ്ടുപോയി കെട്ടി. പിന്നെ തെങ്ങിനെ കുറിച്ച് അങ്ങനെ വർണ്ണിച്ചു. നിങ്ങളെന്താ കുതിരയല്ലേ വർണ്ണിക്കണ, തെങ്ങിനെ? കുതിരയെ കെട്ടിയ തെങ്ങുമല്ലേ, അപ്പൊ കുതിരയും തെങ്ങിട്ടൊരു ബന്ധല്ലേ? എന്നിട്ട് തെങ്ങിനെ വർണ്ണിക്കുക. ആ രീതിയിലാണ് അബ്ദുറഹ്മാൻ സലഫി ഇപ്പൊ ചെയ്തിട്ടുള്ളത്. അബ്ദുൽ ജബ്ബാറുടെ ലേഖനം എൻ്റെ തലയിൽ വെച്ച് കെട്ടി. പിന്നെ ഹുസൈൻ സലഫി, കരുവമ്പൊയിൽ അബ്ദുറഹ്മാൻ സലഫി എന്നിവർ തിരുത്താൻ ആവശ്യപ്പെട്ടു. ആയിക്കോട്ടെ, അതാണ് നാലാമത്തെ നടപടിക്രമത്തിന്റെ അവസാന ഭാഗം. എന്നിട്ടോ അബ്ദുൽ ജബ്ബാർ മൗലവി തിരുത്തിയോ? തിരുത്തിയില്ല. തിരുത്തിയില്ലെങ്കിൽ എന്താ വേണ്ടത്? അന്ന് തന്നെ അദ്ദേഹത്തെ മാറ്റി നിർത്തണം. മാറ്റി നിർത്തിയോ? ഇല്ല. അനസ് മുസ്ലിയാർ പറയുന്നു, ഞങ്ങളവിടെ പോയിരുന്നു, ദീർഘമായിരുന്നു സംസാരിച്ചു എന്നൊക്കെ. എന്നിട്ട് അദ്ദേഹം തിരുത്തിയോ? അല്ല. അന്ന് അനസ് മുസ്ലിയാർക്ക് ജബ്ബാർ മൗലവി പറഞ്ഞ് ബോധ്യപ്പെട്ടു. ഹുസൈൻ സലഫിയും അനസ് മുസ്ലിയാരും ജബ്ബാർ മൗലവിയും ചർച്ച ചെയ്തിട്ട് കുറച്ചു നേരം സംസാരിച്ചപ്പോ എനിക്ക് ബോധ്യായി, എന്റെ ഖഫാ തീർന്നു. മൗലവി പറഞ്ഞ വാക്കാ, എന്റെ അവ്യക്തത നീങ്ങി. എന്നിട്ട് മൂപ്പർ അപ്പുറത്ത് പോയി എയറോപ്ലെയിൻ പോണത് നോക്കി നിൽക്കുക. അവിടുന്ന് നോക്കിയാൽ എയർപോർട്ട് നേരെ കാണാം, ഉയർന്ന സ്ഥലം. എന്താ ഈ ചർച്ചയിൽ കാര്യമില്ല എന്ന് വിചാരിച്ച അപ്പോഴും ഹുസൈൻ സലഫിയായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അദ്ദേഹത്തിന് ബോധ്യം വന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ ബോധ്യം വന്ന നിലക്ക് മടവൂരികളെയും അതുപോലെ തന്നെ ഹുബൂരികളെയും വെല്ലുവിളിച്ചുകൊണ്ട് എന്റെ സഹോദരൻ അനസ് പ്രസംഗിച്ചു. കൊണ്ടുവാ, ഇതിലെവിടെ ശിർക്ക് കാണിക്ക് എന്ന് വെല്ലുവിളിച്ചത് അദ്ദേഹത്തിന് ബോധ്യം വന്നതുകൊണ്ടാ. അപ്പോൾ ജബ്ബാർ മൗലവി തിരുത്തിയില്ലെന്ന് മാത്രമല്ല, ജബ്ബാർ മൗലവി വിശദീകരിച്ചു കൊടുത്തു, അദ്ദേഹത്തിന് മനസ്സിലാവുകയും ചെയ്തു. പിന്നെ അഞ്ചാമത്തെ നടപടിക്രമം, ഹുസൈൻ സലഫി, അനസ് മുസ്ലിയാർ എന്നിവർ എഴുതിയ കുറിപ്പ് പ്രസിദ്ധീകരിക്കാതെ നീട്ടിക്കൊണ്ടുപോയി. പിന്നെ 2008 ജനുവരിയിൽ പ്രസിദ്ധീകരിച്ചു, 5-8 മാസം കഴിഞ്ഞിട്ട്. അതിൻ്റെയും കുറ്റം എനിക്ക്. ഇവർ തിരുത്താൻ പോയതന്നെ ഞാൻ അറിയുന്നത് കുറെ സമയം കഴിഞ്ഞിട്ട്, മാസം 2 ആഴ്ചയോ 3 ആഴ്ച, എത്രയോ ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് തന്നെ. എന്നിട്ട് അവരെന്താ തിരുത്തിയത് ഞാൻ ചോദിച്ചോ? ചോദിച്ചിട്ടില്ല. അവരാ തിരുത്തിയത് എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഇന്നത് തിരുത്തിയെന്ന് അതും പറഞ്ഞിട്ടില്ല. ഇവരത് എഴുതി, ഹുസൈൻ സലഫി, അനസ് മുസ്ലിയാർ എന്തൊക്കെ എഴുതിയത് തിരുത്തല്ല എന്ന് അനസ് മുസ്ലിയാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, വിശദീകരണമാണ്. അത് നീട്ടിക്കൊണ്ടുപോയത് എന്തുകൊണ്ടാ? ഇവിടെ ഉണ്ട് ഇസ്ലാഹിന്റെ മാനേജർ ഇവിടെ ഉണ്ട്, അദ്ദേഹം അന്നും അത് വിശദീകരിച്ചതാ. നമുക്ക് കിട്ടിയത് ഡിസംബറിലെ
ഇസ്ലാഹ് ഇറങ്ങിയതിന് ശേഷമാണ്. അപ്പൊ പിന്നെ ജനുവരിയിൽ തന്നെ പ്രസിദ്ധീകരിക്കുക. കിട്ടിയിട്ട് നമ്മൾ നീട്ടി വെച്ചിട്ടില്ല. അത് അബ്ദുൽ ഖാദർ കരുമ്പയിലാണ് അന്നും ഇന്നും എഡിറ്റർ. അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു നോക്കൂ, നമ്മൾ കാലതാമസം വരുത്തിയിട്ടുണ്ടോ? അത് തിരുത്തല്ല എന്നതിന് പുറമെ അത് പ്രസിദ്ധീകരിക്കാൻ നമ്മുടെ ഒരു കാലവിളംബവും വരുത്തിയിട്ടില്ല. നമുക്ക് കിട്ടിയ അടുത്ത ലക്കത്തിൽ തന്നെ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ അബ്ദുറഹ്മാൻ സലഫി പല അബദ്ധങ്ങളും പറഞ്ഞിട്ടുണ്ട്. 2009 മഗ്‌രിബിന് ശേഷം ക്ലിപ്പ് ചെയ്യാൻ ഇവിടെ ഇരുന്നുണ്ട്. തിരുവനന്തപുരത്തുകാരൻ അബ്ദുറഹ്മാൻ യാ ഇബാദുല്ലാ ഐനൂനിയെ പറ്റി ചോദിച്ചപ്പോൾ മൂപ്പര് ഇസ്ലാഹിലും ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് എഴുതിയ വ്യക്തി തന്നെ ആ പ്രസിദ്ധീകരണത്തിൽ അത് തിരുത്തിയിട്ടുമുണ്ട് എന്നാ പറഞ്ഞത്. എഴുതിയ വ്യക്തി തന്നെ തിരുത്തി. അപ്പൊ പിന്നെ ജബ്ബാർ വലി എവിടുന്നോ കണ്ടപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഞാൻ തിരുത്തിയിട്ടില്ലല്ലോ. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ആ വ്യക്തി എഴുതിയ പ്രസിദ്ധീകരണത്തിൽ തന്നെ അതിന്റെ തിരുത്തും വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. കോടതി ഭാഷ നല്ല അറിയുന്ന ആളാണല്ലോ. രണ്ടും കേട്ടാൽ നമുക്ക് മനസ്സിലാകും മൂപ്പർക്ക് വൈരുദ്ധ്യമാണ്. അതിന് പറഞ്ഞെന്താ, അടുത്ത ശേഷമുള്ള ലക്കത്തിൽ തന്നെ തിരുത്തിനാണ്. അവിടെ മാസത്തിന്റെ കണക്കൊന്നുമില്ല. ഇപ്പൊ കുറ്റപത്രമാണെങ്കിൽ എനിക്ക് ഒരു കുറ്റപത്രമാക്കണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കരുത് അങ്ങനെ ചവിട്ടി പിടിച്ചു നിന്നു. അവസാനം നിർബന്ധിച്ചു. എന്താ നിർബന്ധിച്ചറിയോ? ഹുസൈൻ സലഫി ഭീഷണിപ്പെടുത്തിയെന്നാണ്. ഇസ്ലാഹ് മാസികക്കെതിരിൽ ഞാൻ ഇനി പ്രസംഗിക്കാൻ തുടങ്ങും, ഇസ്ലാഹിന് അനുകൂലമായി പ്രസംഗിച്ച ഞാൻ ഇനി ഇസ്ലാഹിനെതിരിൽ പ്രസംഗിക്കാൻ തുടങ്ങും എന്ന് ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് നമ്മൾ കൊടുത്തത്. ഇതെല്ലാം ചില ആളുകൾ പിന്നീട് പറഞ്ഞുണ്ടാക്കിയിട്ടുള്ളതാണ്. വാസ്തവത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അത്ര ഗൗരവം നമ്മളാരും അതിനോട് കൽപ്പിച്ചിട്ടില്ല. ഒരു വിശദീകരണം എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞു. നമ്മളത് വിശദീകരണം എഴുതി കൊടുക്കുകയും ചെയ്യും. അന്ന് സുഹൃത്തുക്കളെ എൻ്റെ പരിപാടി നിശ്ചയിച്ചു. മഞ്ചേരിയിൽ വെച്ച് പരിപാടി നിശ്ചയിച്ചു. അങ്ങനെ ഉസ്മാൻ മദനി നൂർഷാ സാഹിബിനെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ TPയെ വിളിച്ചു. TP പറഞ്ഞ ഇതാണ്, സലഫിക്ക് വാശി സക്കരിയാനെ പുറത്താക്കണം, അതുകൊണ്ട് നിങ്ങൾ മഞ്ചേരി പരിപാടി ജില്ല മുഴുവൻ മൈക്ക് കെട്ടി അനൗൺസ്മെന്റ് നടത്തിക്കോളി, ഗംഭീരമാകട്ടെ എന്നാണ് സെക്രട്ടേറിയറ്റ് തീരുമാനത്തിനെതിരിൽ നൂർഷാ സാഹിബ് ഉസ്മാൻ മദനിയോട് പറഞ്ഞത്. TPയെ വിളിച്ചു ഉസ്മാൻ മദനി, സർ എന്താ ചെയ്യാ, അങ്ങനെ പരിപാടി വെച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ യുക്തം പോലെ ചെയ്തോളൂ എന്നാ പറഞ്ഞത്. സെക്രട്ടേറിയറ്റിലെ അധ്യക്ഷൻ പറഞ്ഞത്. തൊട്ടടുത്ത ജില്ലാ മീറ്റിംഗില് സക്കരിയ സലാഹിയുടെ പ്രോഗ്രാം ഉണ്ട്, എല്ലാവരും പോസ്റ്റർ കൊണ്ടുപോകണം എന്നാ പറഞ്ഞത്. അബ്ദുറഹ്മാൻ സലഫി ഇരിക്കുന്നുണ്ട്. അപ്പൊ ജനങ്ങൾ അംഗീകരിച്ചില്ല, തള്ളിക്കളഞ്ഞു. അത് എന്നെ പുറത്താക്കിയ വിവരം പ്രഖ്യാപിക്കേണ്ട ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ മീറ്റിംഗിൽ എന്റെ പരിപാടിയുടെ പോസ്റ്റർ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ തലതാഴ്ത്തി ഇരിക്കാനേ അബ്ദുറഹ്മാൻ സലഫിക്ക് സാധിച്ചുള്ളൂ. അതാണ് മൂപ്പര് കുറച്ചും കൂടി പഴുതടച്ച് ഇക്കുറി പുറത്താക്കിയത്. കഴിഞ്ഞ ഒരിക്കത്തെ പോലെ ആകരുത്. എന്നാൽ ഇത് അതിനേക്കാളും വലിയ ദുരന്തത്തിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മൂവർ സംഘത്തിന്റെ നേതാവ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി സുഹൃത്തുക്കളെ കേട്ടോളൂ, 7ാമത്തെ നടപടിക്രമം. നമ്മുടെ എതിരാളികൾ ഇസ്ലാഹ് ലേഖനം വിഷയമാക്കിയപ്പോൾ 2010 ആഗസ്റ്റിൽ തെറ്റാണെന്ന് സ്ഥാപിക്കുന്ന ലേഖനം വിചിന്തനത്തിൽ പ്രസിദ്ധീകരിച്ചു. അത് എനിക്കെതിരെ നടപടിക്രമമാണോ? ഞാൻ ചെയ്ത അബ്ദുൽ ഖാദർ കരുമ്പയിൽ എഴുതിയതാ. അബ്ദുൽ ഖാദർ കരുമ്പയിലെ കൊണ്ട് സംഘടന എഴുതിച്ചതാണോ? അല്ലല്ലോ. സംഘടന നിങ്ങൾ ഇങ്ങനെ ഇസ്ലാഹ് മാസികക്കെതിരെ ലേഖനം എഴുതണം, അങ്ങനെ ലേഖനം എഴുതിക്കാൻ വേണ്ടി കേന്ദ്രം തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 2010 3 കൊല്ലം കഴിഞ്ഞിട്ടേ ശിർക്കായ ഒരു കാര്യം തിരുത്താൻ തയ്യാറില്ലെന്ന് പറഞ്ഞിട്ടും 3 കൊല്ലം സംഘടന അത് വെച്ചു പൊറപ്പിച്ചു. എന്നിട്ടോ സംഘടനയുടെ ഉത്തരവാദപ്പെട്ട ആരെങ്കിലും എഴുതിയോ ഇത് ശിർക്കാണെന്ന് പറയാപ്പോ അബ്ദുൽ ഖാദർ കരുമ്പയിൽ വേണോ? APക്കും TPക്കും ഒരു ചെറിയ പ്രസ്താവന കൊടുത്താൽ പോരെ? പക്ഷെ അതുണ്ടായില്ല. 2010 ഇസ്ലാഹിൽ വിചിന്തനത്തിൽ ലേഖനം എഴുതി എന്നാണ് പറയുന്നത്. ഇനി സുഹൃത്തുക്കളെ 8ാമത്തെ കാര്യം കേട്ടോളൂ. ഈ വിവാദം പ്രബോധന രംഗത്തെ പ്രശ്നമായപ്പോൾ ശംസുദ്ദീൻ പാലത്ത്, അബൂബക്കർ സലഫി, സക്കരിയ സലാഹി എന്നിവരെ KG നിർവാഹക സമിതിയിൽ വിളിച്ചു വരുത്തി പ്രസ്തുത യോഗത്തിൽ വെച്ച് തർക്കമില്ലാത്തതും സാധാരണക്കാർ മനസ്സിലാക്കേണ്ടതുമായ വിഷയങ്ങൾ ക്രോഡീകരിച്ച് പുസ്തകം ഇറക്കാൻ തീരുമാനിച്ചു. വിളിച്ചു വരുത്തി എന്ന് പറഞ്ഞാൽ എന്തോ കുറ്റം ചെയ്ത മാതിരിയാണ്. അല്ല, നമുക്ക് ചില ഈ വിഷയത്തിൽ ചർച്ച ചെയ്യണം എന്നിട്ട് സന്തോഷപൂർവ്വം വിളിച്ചതാ. അപ്പൊ ഇവിടെ വിളിച്ചു വരുത്തി എന്നാക്കി. ചോദിച്ചു എന്ന് പറഞ്ഞു ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞാൽ 2 വ്യത്യാസം ഉണ്ടാവും. അതുപോലെയാണ് പ്രബന്ധം ഇറക്കാൻ തീരുമാനിച്ച യോഗത്തിന് ക്ഷണിച്ചു എന്നാണ്. അതിലെന്താക്കി? സക്കരിയ സലാഹിനെ അബൂബക്കർ സലഫി വിളിച്ചു വരുത്തി. എന്നിട്ടോ പ്രബന്ധം ഇറക്കാൻ തീരുമാനിച്ചു. കണ്ട, പറയുമ്പോ അപ്പൊ തന്നെ കുറ്റം ഉണ്ടാക്കുകയാണ്. ഇല്ലാത്ത കുറ്റം ഉണ്ടെന്ന് വരുത്തി തീർക്കുക. ഈ ബാത്തിൽ സ്ഥാപിക്കാനാണ് നമ്മുടെ അനസ് മൗലവി മണിക്കൂറുകൾ ഇവിടെ ചെലവഴിച്ചു. ഇരിക്കട്ടെ. എന്നിട്ടോ ആ യോഗത്തിൽ വെച്ച് തർക്കമില്ലാത്തതും സാധാരണക്കാർക്ക് മനസ്സിലാക്കേണ്ടതുമായ വിഷയങ്ങൾ ക്രോഡീകരിച്ച് പുസ്തകം ഇറക്കാൻ തീരുമാനിച്ചു. കുഞ്ഞീദ് മദനി, ഐദി തങ്ങൾ, അബ്ദുറഹ്മാൻ സലഫി, സക്കരിയ സലാഹി, ശംസുദ്ദീൻ പാലത്ത് എന്നിവരെ ചുമതലപ്പെടുത്തി. ഖിലാഫുള്ള വിഷയങ്ങൾ, അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യാൻ പിന്നീട് ചർച്ച ചെയ്യാമെന്നും തീരുമാനിച്ചു. അതാണ് 8ാമത്തെ നടപടിക്രമം. എന്താ? ഒരു പ്രബന്ധം തയ്യാറാക്കാൻ തീരുമാനിച്ചു.
ഇതൊന്നും സാധാരണക്കാരിലേക്ക് എത്തുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ അന്ന് പലപ്പോഴും പറഞ്ഞു, നമുക്ക് ഈ ഷബാബിലൊക്കെ വന്ന കോട്ടിങ്സ് മുമ്പൊക്കെ അവർ തന്നെ ഈ വിഷയങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ആ കോട്ടിങ്സ് എങ്കിലും ഒന്ന് ഫോട്ടോ സ്റ്റേറ്റ് ഒന്നും വേണ്ട ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് സക്കരിയ സലാഹിന്റെ മേൽ കുറ്റം ചാർത്തുക. 2009 പ്രബന്ധം ഇറക്കാനുള്ള മീറ്റിംഗ് കൂടുന്നത് പോലും. ഇനി 9ാമത്തേത്. അപ്പൊ പ്രബന്ധം ഇറക്കിയെന്നത് എന്നെ തിരുത്താനുള്ള നടപടിയല്ല കേട്ടോ, ജനങ്ങൾക്ക് വിഷയത്തിക്കാനുള്ള നടപടി ഇരിക്കട്ടെ. അതാ ഞാൻ പറഞ്ഞത്, എനിക്കെതിരുള്ള കുറ്റപത്രമല്ല ഇത്. ഈ വിഷയത്തിൽ കേന്ദ്രം എടുത്ത നടപടികളാണ്. 9ാമത്തേത്, 5 അംഗ സമിതിയിലുള്ള ചിലരുടെ താല്പര്യക്കുറവ് മൂലം പുസ്തകം ഇറങ്ങിയില്ല. അപ്പോൾ സാഹചര്യങ്ങളെ സമ്മർദ്ദം കാരണം അമാനി മൗലവിയുടെ പുസ്തകം ഇറക്കാൻ കേന്ദ്രമിനോട് പറഞ്ഞു. അവ്യക്തതകൾ നീക്കാൻ വേണ്ടി ഇതാണ് നല്ലത്. അത് എന്റെ സഹകരണക്കുറവ് മൂലമാണെന്ന് സലഫി കുറേ സ്ഥലത്ത് പ്രസംഗിച്ചിരുന്നു. അവസാനം നേർക്ക് നേരെ ഞാനത് പറഞ്ഞു, ജമിയത്തുൽ മുമ്പിൽ വെച്ചും പറഞ്ഞു, കത്തെഴുതി കൊടുക്കുന്നു. അപ്പൊ അത് നിർത്തി. എന്റെ താല്പര്യമൊക്കെ ഞാൻ സഹകരിച്ചാൽ നടക്കാത്ത കാര്യമാണോ പ്രബന്ധം ഇറക്കൽ? ഞാനല്ലാത്ത കുഞ്ഞീദ് മദനിയുണ്ട്, ഐദീദ് അങ്ങുണ്ട്, അബ്ദുറഹ്മാൻ സലഫിന്റെ, ശംസുദ്ദീൻ ബാലത്തുണ്ട്. അവർ 4 വിചാരിച്ച പ്രബന്ധം ഉണ്ടാവൂലേ? അപ്പൊ സക്കരിയ സലാഹി സഹകരിച്ചില്ല. അപ്പൊ ഞാനപ്പൊ മുഴുവൻ ഒക്കെ എന്റെ മണ്ടയിലാ. അപ്പൊ സുഹൃത്തുക്കളെ, ഇത് വിളിച്ചു കൂട്ടേണ്ട ഉത്തരവാദിത്തം എനിക്കാണോ? പ്രബന്ധം തയ്യാറാക്കേണ്ട ആൾ ഞാനാണോ? പ്രബന്ധം തയ്യാറാക്കുന്ന സഹകരിക്കേണ്ട ഒരാൾ മാത്രമാണ് ഞാൻ. മുതിർന്ന 3 പേരും ചെറുപ്പക്കാരാണ് ഞങ്ങൾ 2 ആളും ഉള്ളത്. അത് എന്റെ മേൽ കുറ്റം ചാർത്തി കുറെ കാലം നടന്നു. വാസ്തവത്തിൽ എന്താ അറിയോ, ആരെങ്കിലുമൊക്കെ പേരിൽ കുറ്റം ചാർത്തിയിട്ട് ഇങ്ങനെ നടക്കുക, സംഗതി ഒന്നുകൂടി ചെയ്യണമില്ല. ഇനി അമാനി മൗലവിയുടെ പുസ്തകം ഇറക്കാൻ തീരുമാനിച്ചു. അമാനി മൗലവിയുടെ ജിന്നും ശൈത്താനും എന്ന വ്യാഖ്യാനക്കുറിപ്പ്, അത് ജിന്ന് ഉണ്ടോ ഇല്ലേ എന്ന് തർക്കിക്കുന്നവർക്കുള്ള മറുപടിയാ. അതിവിടെ തർക്കമല്ലല്ലോ. മടവൂരികൾ ജിന്നെ നിഷേധിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ജിന്ന്, കാടൻ, നാടൻ, ജിന്നും മിൻസും എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തന്നെ 2 വിഭാഗമാണ്, പരിഷ്കൃതരും അപരിഷ്കൃതരും എന്ന് പറയുന്ന CN മൗലവിക്കുള്ള മറുപടിയാണ് അമാനി മൗലവിയുടെ പുസ്തകം. ആ പുസ്തകം ഇറക്കിയത് കൊണ്ട് നിലവിലുള്ള തർക്കത്തിന് യഥാർത്ഥത്തിൽ പരിഹാരമാവുകയില്ല. എന്നിരുന്നാലും അതെങ്കിലും ചെയ്യാൻ തീരുമാനമെടുത്തു എന്നാണ് പറയുന്നത്. ഇനി 10ാമത്തെ നടപടിക്രമം. ഈ വിഷയത്തിൽ സക്കരിയ സലാഹി 13/10/2003 പ്രബന്ധം ക്ഷണിക്കാൻ തീരുമാനിച്ചു. 10ാം നടപടിക്രമം. ആ പ്രബന്ധം ജൂറിക്ക് 2 വ്യത്യസ്ത പ്രബന്ധങ്ങൾ കിട്ടി. പ്രബന്ധകർത്താക്കളുമായി 1-ലധികം തവണ ചർച്ച നടത്തി. അതാണ് ഒരു നടപടിക്രമം. സക്കരിയ സലാഹി ഒരു പ്രബന്ധം കൊടുത്തു. അനസ് മുസ്ലിയാരും അനീഫ് കായക്കൊടിയും ശംസുദ്ദീൻ ബാലത്തും മജീദ് സലാഹിയും കൂടി ഒരു പ്രബന്ധവും കൊടുത്തു. അന്ന് ആ പ്രബന്ധം കൊടുത്തപ്പോൾ പറഞ്ഞത് എന്താ വെച്ചാല്, ഇത് അബ്ദുറഹ്മാൻ സലഫി സക്കരിയ സലാഹിയും തമ്മിലുള്ളൊരു തർക്കമായി മാറാതിരിക്കാൻ ഒരു ഇൽമിയായ ചർച്ചയാകട്ടെ എന്ന നിലയ്ക്ക് ഞങ്ങൾ കൊടുക്കുന്ന പ്രബന്ധമാണെന്നാ പറഞ്ഞത്. അവര് മലയാളത്തിൽ കുറച്ച് എഴുതിയിട്ടുള്ളൂ. ആയത്തും ഹദീസും ഇങ്ങനെ കൊടുത്ത് പിന്നെ 2-3 അറബി പുസ്തകങ്ങളും ഉസ്മാൻ ഡോക്ടർ പുസ്തകമൊക്കെ വെച്ച് 100-300ഓളം പേജുള്ള ഒരു പ്രബന്ധം അവർ കൊടുത്തു. ഈ പ്രബന്ധത്തെക്കുറിച്ച് പിന്നീട് പ്രചരിപ്പിച്ച എന്താ അറിയോ, സക്കരിയ സലാഹിയുടെ പ്രബന്ധത്തിന് 4 യുവ പണ്ഡിതന്മാർ വൈജ്ഞാനിക ഖണ്ഡനം എഴുതി എന്നാണ് അറേബ്യയിലുള്ള ഒരു പണ്ഡിതനോട് ബഹുമാനപ്പെട്ട ചില ആളുകൾ പറഞ്ഞത്. അദ്ദേഹം നാട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, എൻ്റെ പ്രബന്ധവും അവരെ പ്രബന്ധവും നമുക്ക് അറബിയിലേക്ക് മൊഴിമാറ്റം നടത്തുക, എന്നിട്ട് സൗദി പണ്ഡിത സമിതിയുടെ മുമ്പിൽ വെക്കുക, ആർക്കാ തെറ്റുപറ്റിയെന്ന് അവർ പറയട്ടെ എന്ന് ഞാൻ പറയണ്ടായി. വാസ്തവത്തിൽ അത് അവരെ പ്രബന്ധം എൻ്റെ പ്രബന്ധത്തിന് ഖണ്ഡനമോ എൻ്റെ പ്രബന്ധം അവരുടെ പ്രബന്ധത്തിന് ഖണ്ഡനമോ അല്ല. 2 പേരും സ്വതന്ത്രമായി ഈ വിഷയം പഠിച്ച് ജമിയത്തിൽ നമുക്ക് സമർപ്പിച്ചതാണ് വാസ്തവത്തിൽ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ അത് പരിശോധിക്കാൻ ജൂറിയെ നിശ്ചയിച്ചിരുന്നു. ജൂറി എന്ന് പറഞ്ഞാൽ ആരൊക്കെയോ, KNM പ്രസിഡന്റ് സെക്രട്ടറി, അത് APയും DPയും, KG പ്രസിഡന്റ് സെക്രട്ടറി ഉമരിയും, അതുപോലെ MM മദനിയും, പിന്നെ ഫത്വ ബോർഡ് ചെയർമാൻ ഐദി തങ്ങളും. നമസ്കരിക്കാൻ സമയമായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇനി നമസ്കാരത്തിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബാക്കി തുടരാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറില്ലാഹ് അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംഘടനാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആദർശ വിശദീകരണം എന്ന പേരിൽ എനിക്കെതിരിൽ, മൊത്തത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കുപ്രചരണങ്ങളുടെ നിജസ്ഥിതി വ്യക്തമാക്കുക, ആളുകളിൽ ഉണ്ടാക്കി തീർത്തിട്ടുള്ള 1 കൊല്ലമായി ഏകപക്ഷീയമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വിശദീകരണങ്ങളിലൂടെ ഉണ്ടായിട്ടുള്ള തെറ്റിദ്ധാരണകളും ആശയക്കുഴപ്പങ്ങളും തിരുത്തുക എന്നതാണ് നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ദേശം. കഴിഞ്ഞ 2-3 പരിപാടികളിലും പറയാൻ സമയം ലഭിക്കാത്തത് കൊണ്ടാണ്
ഈ കുറ്റപത്രത്തിലെ കുതന്ത്രങ്ങൾ ഇന്നത്തേക്ക് ഞാൻ മാറ്റിവെച്ചത്. പക്ഷേ ഇന്നും നമ്മുടെ മുമ്പിൽ സമയം വളരെ കുറവായിരിക്കുകയാണ്. ഇതുവരെയായി അവർ എഴുതിക്കൊണ്ടുവന്ന, ഇപ്പോൾ എല്ലാ ജില്ലകളിലും DTP എടുത്ത് വായിച്ച് പ്രചരിപ്പിക്കുന്ന ഈ കുറ്റപത്രം, അത് 9ാമത്തെ നമ്പർ 10ാം നമ്പർ വരെയാണ് ഇതുവരെ വായിച്ചത്. 2 പ്രബന്ധങ്ങൾ ക്ഷണിക്കുകയും, 2 പ്രബന്ധമല്ല, പ്രബന്ധം ക്ഷണിക്കുകയും ഞങ്ങൾ 2 പ്രബന്ധം സമർപ്പിക്കുകയും ചെയ്തു. അന്നുണ്ടായ ഒരു സംഭവം ഞാൻ പറയാൻ വിട്ടുപോയി. KNM-ൻ്റെയും KJU-ൻ്റെയും പ്രധാനപ്പെട്ട ആളുകളുടെ മീറ്റിങ്ങിലാണ് ഇത് പറഞ്ഞത്. അപ്പോൾ അബ്ദുറഹ്മാൻ സലഫി പ്രബന്ധം കൊടുക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. വ്യത്യസ്തമായ അഭിപ്രായമുള്ള ഒരാളെന്ന നിലക്ക് മൂപ്പർ പ്രബന്ധം കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ അദ്ദേഹം അവിടെ നിന്നൊരു കടലാസ് കഷ്ണം എടുത്തിട്ട് ജമിയത്തുലുലമ എന്തു പറഞ്ഞാലും ഞാനത് അംഗീകരിക്കുന്നതാണ് എന്ന് എഴുതി കൊടുത്ത് അദ്ദേഹം ധൈര്യസമേതം പിൻവാങ്ങുകയാണ് ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ എഴുതി കൊടുക്കാൻ മൂപ്പർക്ക് ധൈര്യമല്ല എന്നർത്ഥം. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ഞാനും അങ്ങനെ ചെയ്യാം, ഒരു കടലാസ് കടുക്കി, ജമിയത്തുലുലമയുടെ തീരുമാനം ഞാനും അംഗീകരിക്കാം. ഇവിടെ പ്രശ്നം അതല്ലല്ലോ. പ്രശ്നം ആളുകളിലേക്ക് വിഷയം എത്തണം, ജമിയത്തുലുലമക്ക് ഇത് പഠന വിധേയമാക്കണം, എങ്കിൽ വ്യത്യസ്ത അഭിപ്രായമുള്ളവർ പ്രബന്ധം കൊടുക്കണ്ടേ എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ എന്തായി? ജമിയത്തുലുലമ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കുമെന്ന് പറഞ്ഞ ആൾ കുതന്ത്രങ്ങളിലൂടെ ജമിയത്തുലുലമ എന്നത് താനായി മാറിയിപ്പോൾ. ഇപ്പോൾ തൻ്റെ പ്രബന്ധം ജമിയത്തിൻ്റെ പ്രബന്ധമായി മാറി. കണ്ടോ? ജമിയത്തുലുലമ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കും എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഞാൻ സമൻ ജമിയത്തുലുലമ ആക്കി മാറ്റിയെടുത്തു മൂപ്പര്. എന്നിട്ട് ഇപ്പോൾ മൂപ്പരുടെ പ്രബന്ധം ജമിയത്തിൻ്റെ പ്രബന്ധമായി വന്നിരിക്കുകയാണ്. അതിരിക്കട്ടെ, ഇവിടെ അനസ് മുസ്ലിയാരും അനീഫ് കായക്കൊടിയും ഒക്കെ കൊടുത്ത പ്രബന്ധത്തിലുള്ള വിഷയങ്ങൾ എന്താണ്, അത് നിങ്ങളൊന്ന് നോക്കണം. ഇപ്പം അനസ് മുസ്ലിയാരുടെ വലിയ പരാതി സക്കരിയ സലാഹിയുടെ പ്രബന്ധം നെറ്റിൽ കിട്ടും, എവിടെയും കിട്ടും എന്നാണ്. അതെന്താ കാരണം എന്നറിയോ? എൻ്റെ പ്രബന്ധത്തെക്കുറിച്ച് കുപ്രചരണങ്ങൾ നടത്തി. അതിൽ അടിച്ചിറക്കാമെന്നും രോഗിയെ മർദ്ദിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്, അത് ഇസ്ലാമികാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൽ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയുള്ള കുപ്രചരണം നടത്തിയപ്പോൾ ഞാൻ മലയാളത്തിൽ എഴുതിയ പ്രബന്ധമാണ്, ആർക്കും വായിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പലർക്കും കൊടുത്തു. അതിപ്പോൾ ഒരാൾക്ക് കൊടുക്കും, മറ്റയാൾ അങ്ങോട്ട് കൊടുക്കും, അങ്ങനെ അത് പ്രചരിച്ചു. പിന്നെ ഒരു ദീനിയായ വിഷയമാണ്, അങ്ങനെ പൊത്തി വെക്കേണ്ട മറച്ചു വെക്കേണ്ട ഒരു കാര്യം അതിലില്ല എന്ന നിലക്ക് ആളുകൾ വായിച്ചു കൊള്ളട്ടെ. അതിന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിലെന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ ജമിയത്തുലുലമ അത് ചൂണ്ടിക്കാണിച്ചു തരണം, അത് തിരുത്താൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2 പ്രബന്ധവും പരിശോധിച്ച ശേഷം ജൂറി ഞങ്ങൾ ഓരോരുത്തരെ വിളിച്ചു. എൻ്റെ പ്രബന്ധത്തെ എന്നെ മാത്രമാണല്ലോ വിളിക്കേണ്ടത്, വേറെ ആരും അതിൽ ഒപ്പിട്ടിട്ടില്ല. പലരും അതിൽ സഹകരിച്ചിട്ടുണ്ടെങ്കിലും ആരും ഒപ്പിട്ടില്ല, എൻ്റെ മാത്രം ഒപ്പുള്ളൂ. എന്നെ വിളിച്ചിട്ട് AP-യും TP-യും മദനിയും ഐദീതങ്ങളും, ഉമരി ഉണ്ടായിരുന്നില്ല. എന്നോട് പറഞ്ഞു, TP ആണ് സംസാരിച്ചത്, സക്കരിയ